ഹലോ ചെക്കിംഗ്. ഹലോ ഹലോ ഹലോ. ചെറുപ്പം മുതലേ ഇലക്ട്രോണിക്സിനോട് വലിയ കമ്പമുള്ളയാളാണ് തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശിയായ നന്ദകുമാർ. KSRTC ജീവനക്കാരനായിരുന്ന നന്ദകുമാർ വെഞ്ഞാറമൂട്ടിലെ ജനങ്ങൾക്ക് തോമസ് ആൽവ എഡിസൺ ആണ്. കുട്ടിക്കാലത്ത് ആക്രി സാധനങ്ങളിൽ നിന്ന് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV നിർമ്മിച്ച് വീട്ടുകാരെയും നാട്ടുകാരെയും ഞെട്ടിച്ചു. പിന്നീട് അങ്ങോട്ട് നിരവധി കണ്ടുപിടുത്തങ്ങളായിരുന്നു. പലതും ഉപയോഗശൂന്യമായ ഇലക്ട്രോണിക് വസ്തുക്കളിൽ നിന്നാണ്. കാണുമ്പോൾ നിസാരമെന്ന് നിങ്ങൾക്ക് തോന്നാം, എന്നാൽ ഇതുണ്ടാക്കാൻ നന്ദകുമാറിന്റെ കയ്യിൽ നിന്ന് ലക്ഷങ്ങളാണ് ചെലവ്. ഞാൻ റേഡിയോ മെക്കാനിക്കാണ്. ടേപ്പ് റെക്കോർഡർ സ്വന്തമായിട്ട് ഉണ്ടാക്കി അസംബ്ലി ചെയ്യും. അപ്പോൾ ഒരു ദിവസം എനിക്ക് ഇങ്ങനെ ഒന്ന് പാട്ട് കേൾക്കണമെന്ന് തോന്നിയതുകൊണ്ട് ഒരു കൗതുകത്തിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയാണ്. അപ്പോൾ ഇതാണ് മൈക്രോഫോൺ. അപ്പോൾ ഏകദേശം 1 മിനിറ്റുള്ള ദൈർഘ്യമുള്ള സംഭാഷണങ്ങൾ നമുക്ക് ഇതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയെന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ റെക്കോർഡർ. ഹലോ 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 ചെക്കിംഗ്. ഹലോ ഹലോ ഹലോ. അപ്പോൾ റെക്കോർഡായി കഴിഞ്ഞ് ഹലോ 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 ചെക്കിംഗ്. ഹലോ ഹലോ ഹലോ. ഞങ്ങൾക്ക് ആഴ്ചയിൽ 3 ഡ്യൂട്ടിയാണ്, 3 ഡബിൾ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇതിനിടയിൽ ഞങ്ങൾക്ക് ഒരു ചില്ലറ വരുമാനം എന്നുള്ള രീതിയിൽ ഇപ്പോൾ ശമ്പളമൊന്നും കറക്റ്റായി കിട്ടത്തില്ല. അപ്പോൾ എനിക്ക് ഇലക്ട്രോണിക്സ് പണിയൊക്കെ വിളിച്ച് പറയാൻ ഞാൻ പോയി ശരിയായി കൊടുക്കും. അപ്പോൾ ഈ കിട്ടുന്ന വേസ്റ്റുകൾ, ഇലക്ട്രോണിക് വേസ്റ്റുകൾ ഞാൻ കടകളിൽ പോയി വാങ്ങിക്കും. ചിലപ്പം വലിയ വില കൊടുത്ത് തന്നെ വാങ്ങിച്ച് കൊണ്ടുവന്ന് എനിക്ക് ആവശ്യമുള്ള സാധനമാണെങ്കിൽ അല്ലെങ്കിലും ഞാൻ അത് വാങ്ങിച്ചു വെച്ചിട്ട് എന്നെങ്കിലും എനിക്ക് ഉപയോഗം വരുമെന്നറിയാം. അപ്പം ഞാൻ അത് വാങ്ങിച്ചു വെച്ചിട്ട് രാത്രി കാലങ്ങളിലെ ആ പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തുന്ന ഇത് പ്രോജക്റ്റ് രൂപത്തിൽ ചെയ്തു വയ്ക്കും. ചിലപ്പോൾ അതേ രൂപത്തിൽ തന്നെ കുട്ടികൾക്ക് ഈ ശാസ്ത്രമേള വരുമ്പോൾ അവർക്ക് വിലയ്ക്ക് കൊടുക്കുകയും പിന്നെ എനിക്കിപ്പം ഒരു മ്യൂസിയം പോലെ ഉണ്ട്, ഒരു 10-100 സാധനങ്ങളുണ്ട്. അപ്പോൾ ഇത് പല സ്കൂളുകളിൽ ഇപ്പോൾ ഞാൻ അത് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. വെളിച്ചത്തിലൂടെ ശബ്ദം കടത്തിവിടുന്ന ഉപകരണം, വെളിച്ചത്തിലെ പ്രൈമറി കളേഴ്സിനെ വേർപെടുത്തി പ്രദർശിപ്പിക്കാനുള്ള ഉപകരണം, ലേസർ ഫെൻസിംഗ് മാതൃക തുടങ്ങി നന്ദകുമാർ പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയ ഉപകരണങ്ങൾ നിരവധിയാണ്. തന്റെ ഉപകരണങ്ങൾ നിരത്തി ഒരു ചെറിയ മ്യൂസിയം നന്ദകുമാർ വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. ചൂടിനെ റിഫ്ലക്ട് ചെയ്യുന്ന ഉപകരണം പോലെ തണുപ്പിനെ റിഫ്ലക്ട് ചെയ്യാനുള്ള ഉപകരണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നന്ദകുമാർ ഇപ്പോൾ. ETV ഭാരത്, തിരുവനന്തപുരം.